ഡിഷിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാശ്മീരി ഗ്രീൻ ചിക്കൻ കറിയാണ്. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കാശ്മീരിലുള്ള ഒരു ഫ്രണ്ട് എന്നെ പഠിപ്പിച്ചതാണ്. അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇവിടെ 1 കിലോ ചിക്കനാണ് മീഡിയം സൈസിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി വെള്ളമൊക്കെ മാറ്റി വെച്ചിരിക്കുന്നു. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് വെക്കുക. ഇത് നല്ലപോലെ മിക്സായി നമുക്കിതിനി അടച്ചു വെക്കാം 15 മിനിറ്റ്സ്. 15 മിനിറ്റ് ചിക്കൻ ഇരിക്കുമ്പോഴത്തേനും നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനേക്ക് ഞാൻ നല്ല 2 കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഗ്രീൻ മസാലയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇത് നല്ലതായിട്ട് വേണം. അതിനാൽ ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 കുടം വെളുത്തുള്ളി, നല്ലതുപോലെ വെളുത്തുള്ളി ഇച്ചിരി ഏറെ വേണം. ഇത് ഞാൻ കീറിയിട്ടേക്കുന്നതാണ് ഒരുപാട് തോന്നുന്നത്. 2 കുടം വെളുത്തുള്ളി, 7-8 പച്ചമുളക്. നമ്മൾ ചുമന്ന മുളക് ചേർക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ എരിക്കനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനൊരു 7-8 എരിയുള്ള മുളകാണ്. ഇത് ഒരു 2 കപ്പ് മല്ലിയിലയാണുള്ളത്. മല്ലിയിലയാണ് ഇതിൻ്റെ മെയിൻ മസാല. ഇത് ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് അരിഞ്ഞതാണ്. അരിഞ്ഞപ്പോൾ 2 കപ്പുണ്ട്. നിങ്ങൾക്ക് കൂടുകയോ കുറയോ ചെയ്യാം, എന്നാലും കൂടുതൽ മല്ലിയുള്ള ഉള്ളത് നല്ലതാണ്. ഇതിലേക്ക് അല്പം വെള്ളം, അധികം ഒഴിക്കേണ്ട, അല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഉള്ള മസാല നല്ലതുപോലെ അരച്ചു. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് പാത്രം വെച്ചിട്ട് നമുക്ക് ഉള്ളി വഴറ്റാം. ചൂടായ എണ്ണയിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 സ്റ്റിക്ക് പട്ട നമുക്കിട്ട് കൊടുക്കാം. 4-5 നമുക്ക് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഒരു 4 ഏലക്കായ ഇട്ട് കൊടുക്കാം. തേസ്പത്ത 2 എണ്ണം നമുക്കിട്ട് കൊടുക്കാം. ഇതിലേക്ക് 4 സവാള, മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അരിയണം. നമുക്കിത് നല്ലപോലെ വഴറ്റാം. ഒരു ലൈറ്റ് ബ്രൗൺ വരെ നമുക്കിത് വഴറ്റണം. അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി ചുമന്ന് തുടങ്ങി ലൈറ്റ് ബ്രൗൺ ആയി. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയുടെ പച്ചമണം മാറി. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ മസാല ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നല്ലപോലെ വഴറ്റാം. എണ്ണ തെളിയുന്നത് വരെ വഴറ്റാം. നമ്മൾ എണ്ണ വഴറ്റുമ്പോൾ എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇത് നല്ലപോലെ വഴണ്ടു. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റാം. ചിക്കൻ ഒന്ന് വഴണ്ടു, മസാലയെല്ലാം ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച ആ വെള്ളത്തിൻ്റെ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇതെല്ലാം മസാലയെല്ലാം ഇതിനകത്ത് ഒന്നായി. ഇതിലേക്ക് നമുക്ക് പരക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. പരക്കെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചിക്കനകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അല്പം, അതുപോലെ തന്നെ ഉള്ളി വഴറ്റുമ്പോഴും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിൽ അല്പം കൂടി ഉപ്പ് ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ ഇടുകയാണ്. നിങ്ങളും നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി നമുക്ക് ഇത് കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കാം. വേകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു 7-8 കാഷ്യൂനട്ടാണ് എടുത്തിരിക്കുന്നത്. ചൂടുവെള്ളത്തിൽ ഞാനിത് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അതും കൂടി നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് അരച്ചെടുക്കാം. ഇപ്രകാരം ഇതുപോലെ നല്ല പോലെ അരച്ചെടുക്കുക, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ചിക്കൻ ഒരു 3/4 വേവായി. നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പറങ്ങേണ്ടി തേങ്ങയും കൂടെയുള്ള മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ പറ്റി വരുന്നു. ഇനി നമ്മളിത് ഓഫ് ചെയ്യുമ്പം കുറേ കൂടെ അങ്ങ് പറ്റും. ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഫ്രൈഡ് റൈസ് അതുകൊണ്ട് തന്നെ ഞങ്ങളിതിൻ്റെ കൂടെ കോക്കനട്ട് റൈസാണ് കഴിക്കുന്നത്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കൂട്ടത്തിൽ. നിങ്ങളിത് നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാനായിട്ട്. അതിൻ്റെ കൂടാണ് അതിൻ്റെ കോമ്പിനേഷന്. ഇത് ഇനി നമുക്ക് ഫൈനലായിട്ട് നമുക്കിത് ഓപ്ഷണലാണ്. ഫ്രഷ് ക്രീം ഒഴിക്കുക, അല്പം നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിക്കുക. കൂടുതൽ ഒഴിക്കാം, കുറച്ച് ഒഴിക്കാം, ഒഴിക്കാതെ ഇരിക്കാം. ഇത് ഓപ്ഷണലാണ്. ഫ്രഷ് ക്രീം ഒഴിച്ചു. ഇനി നമുക്ക് അതിലേക്ക് അല്പം മല്ലിയില നമുക്ക് ഇടാം. അല്പം മല്ലിയില നമുക്ക് കട്ട് ചെയ്തിടാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ ചിക്കൻ കറി റെഡിയായി. ഇത് കുറച്ചുകൂടെ ഇത് നമുക്ക് ഓഫ് ചെയ്യാം. കുറച്ചുകൂടെ കഴിയുമ്പം ഇത് ഒരു നല്ല കുറുകിയ പരുവാകും ഇരുന്ന്. സ്റ്റൗ നമ്മൾ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് ഇനി അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ കാശ്മീരി ഗ്രീൻ ചിക്കൻ കറി റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.